ഷവോമിയുടെ ഷവോമി പാഡ് 6 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി പാഡ് 6 എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷവോമി പാഡ് 6ൽ 11 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 2.5K റെസൊല്യൂഷൻ ഇതിൽ വരുന്നതായിരിക്കും. അതായത് റെസൊല്യൂഷൻ വരിക 2880x1800 ആയിരിക്കും. അപ്പം അത്യാവശ്യം നല്ല റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LCD പാനലായിരിക്കും ഈ ടാബിൽ വരിക. അമോലെഡ് ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ, അതുപോലെ തന്നെ ഡോൾബി വിഷൻ, HDR10 ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ടാബിൻ്റെ വെയിറ്റ് വരിക 490 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 6.55 mm ആയിരിക്കും. ഈ ടാബിൽ സ്മാർട്ട് പെന്നും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. മിക്കവാറും അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അതുപോലെ തന്നെ കീബോർഡിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഈ ടാബിൻ്റെ ബാക്കിൽ മെറ്റൽ ബോഡിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ ടാബിൻ്റെ ബ്ലൂ കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ വേരിയൻറ്റും വന്നേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സറായിരിക്കും ഈ ടാബിൽ വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ ഷവോമി പാഡ് 5ൽ സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ഈ ടാബിൽ LPDDR5ൻ്റെ റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വന്നേക്കാം. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. പിന്നെ ടാബ്ലറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. ടാബിൻ്റെ പിന്നിൽ 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന ക്യാമറ വന്നേക്കാം. ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8840 mAh ബാറ്ററി ആയിരിക്കും ഈ ടാബിൽ വരിക. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പോൾ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ USB 3.2 Gen 1ൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ജൂൺ 13 ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് തന്നെ അവർ ഇത് ടീസ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 23,850 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പം ഈ ടാബിൻ്റെ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമി പാഡ് 6 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു പ്രൈസിങ്ങിലും കൂടി ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ഷവോമി പാഡ് 6 എന്ന ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.